ബോള് മായച്ചിടെ ചെന്നു. ഞങ്ങളുടെ പന്തതാ മായേച്ചി. ദേ ഇവിടെ കളിക്കരുതെന്ന പണിക്കരമോൻ പറഞ്ഞിരിക്കണേ. മുത്തശ്ശി പറഞ്ഞല്ലോ കളിച്ചോളാൻ. പണിക്കരമോന് കുശുമ്പാ. ഞാൻ പന്ത് തരാം, പക്ഷേ മാളൂട്ടിയുടെ ഒരു കാര്യം പറഞ്ഞ് കേക്കോ? എന്ത് വേണേ കേക്കാം, പന്ത് തന്നാ മതി. ദാ നിങ്ങൾ പോയി കളിച്ചോ, ഞാൻ മാളൂട്ടിയോട് ഒരു സൂത്രം പറയട്ടെ. എത്ര കഷ്ടപ്പെട്ടാണെന്നോ ഞാൻ ഈ ഏലസ് അഴിച്ചെടുത്തത്. മായച്ച് പറഞ്ഞ പോലെ എനിക്ക് ചോക്കോബാർ മേടിച്ചു തരണം. തീർച്ചയായും മേടിച്ചു തരാം. കുട്ടിയാ ഇത് ചെയ്തെന്ന് ആരെങ്കിലും കണ്ടോ? ആരും കണ്ടില്ല. എന്നാ പിടിച്ചോ. എന്റെ കയ്യിൽ തരണ്ട, മോള് തന്നെ കുളത്തിലേക്ക് ഇട്ടേക്ക്. ഭഗവതി, എന്നെ കൊല്ലരുത്. എന്നെ രക്ഷിക്കണം. ആദ്യം നീ, അതിനുശേഷം ഈ കോലത്തെ ഓരോ ആൺതരികയും ഞാൻ സമ്മാനിക്കും. എന്റെ മകളെ, ഇത് ഞാനാ, നിന്റെ അപ്പൻ ഇറുക്കിപ്പര വർക്കി. കണ്ണുറക്ക്.
അയ്യോ അപ്പനാ ആ. ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ഇടങ്ങേറി പിടിച്ച പോലെ തമ്പുരാക്കന്മാരും ആയിരിക്കുമെന്ന്. ഉമ്മറത്താരെയും കാണില്ലല്ല. മന്ത്രവാദി പിശാചുക്കൾ എങ്ങാട്ട് പോയി? കഴിഞ്ഞ ദിവസം ഒരു തമ്പുരാൻ ഈ വീട്ടിൽ പാമ്പ് കടിച്ചു മരിച്ചു. തെക്കേപ്പുറത്ത് അയ്യാക്കട കർമ്മം നടക്കേന്ന്. എന്റെ മാതാവേ രക്ഷപ്പെട്ടു. ഇനി ആരും ഇങ്ങോട്ട് വരത്തില്ല. എന്റെ പൊന്നു മകളെ ഇതൊക്കെ മാറ്റി നിന്റെ സ്വന്തം രൂപത്തിൽ ഇങ്ങാട്ട് വന്നിരി. അപ്പച്ചൻ നിനക്ക് പൊരിച്ച കോഴിയും പൊറോട്ടയും കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ അപ്പ കേട്ടപ്പോ തന്നെ വായില് വെള്ളവും. കർത്താവേ, ഞാൻ ഇപ്പൊ തന്നെ ഇതൊക്കെ വലിച്ചു പറിച്ച് കളഞ്ഞിട്ട് വന്ന് കടിച്ചു പറിച്ച് തിന്നോളാം അപ്പാ. ഈ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ ആയിരുന്നു പണിക്കര്. അയാൾക്ക് ഇങ്ങനെ ഒരു ദുർമരണം വന്നല്ലോ ഭഗവതി. എന്റെ ഓർമ്മയിൽ ഇന്ന് വരെ നമ്മുടെ കാവിലെ സർപ്പങ്ങൾ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. എന്നാലും പണിക്കരെ പോലെ ഇത്രയും ഭക്തനായിട്ടുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു അനുഭവം വന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. മുത്തശ്ശി, നമുക്ക് മേപ്പാടനെ ഒന്ന് വരുത്തിയാലോ? ഇതിനിപ്പോ മേപ്പാടിനെ വരുത്തേണ്ട കാര്യമൊന്നുമില്ല. ഒക്കെ ഈശ്വരവിദ്യാന്ന് കരുതുക. പണിക്കൊരു പാപകർമ്മമൊന്നും ചെയ്തിട്ടില്ലെന്ന് ഏട്ടന് പറയാൻ പറ്റുമോ? മായമോള് പറഞ്ഞാലും കാര്യമുണ്ട്. പണ്ട് മുത്തച്ഛനുള്ള കാലത്ത് ഗംഗ എന്ന ദാസിപ്പെണ്ണിന് പച്ചജീവനോട് കൊല്ലാൻ തീ കൊളുത്തിയത് പണിക്കരമാവനാണെന്നാ പറയുന്നത്. ഈ ദുർമരണത്തെ പറ്റി നമുക്ക് നമ്മുടെ സ്വാമിയോടും ചോദിച്ചാലോ? അത് ശരിയാ. കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിൽ മേപ്പാടിനേക്കാളും കഴിവ് സ്വാമിക്കായിരിക്കും. താപസിയല്ലേ? അല്ലേ കൃഷ്ണ? അതെ, പക്ഷെ ഇപ്പൊ അങ്ങോട്ട് പോണ്ട. അദ്ദേഹം ശീർഷാസനത്തിൽ അല്ല ധ്യാനത്തിലായിരിക്കും. ശല്യപ്പെടുത്തണ്ട. അദ്ദേഹത്തിന് ഒരു ശല്യാവൂല്ല. പുണ്യാത്മാക്കളെ പറ്റി നിനക്കെന്തറിയാം? സ്വാമിയുടെ ജ്ഞാനദൃഷ്ടിയിൽ ചിലപ്പോ പണിക്കരുടെ ആത്മാവിനെ കുറിച്ച് വല്ലതും തെളിഞ്ഞാലോ? സാവിത്രി, കൂടെ വാ, നമുക്കൊന്ന് ചോദിക്കാം. മുത്തശ്ശി, അങ്ങനെയാണെങ്കിൽ ഞാൻ കൂടെ വരാം. അദ്ദേഹത്തിന്റെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. ആ. ജയ് ഹനുമാൻ. ഇങ്ങനെ ആക്രാന്തം കാട്ടാതെ മകളെ, മെല്ലത്തിന്റെ മകളെ. ഈ ഉണക്കത്തമ്പുരാക്കന്മാരുടെ പച്ചക്കറി നീ അടുത്തപ്പോ എന്റെ മാതാവേ, അപ്പൊ കൂടെ കൂടെ ഇങ്ങനെ വന്നില്ലെങ്കിൽ ഞാൻ പട്ടികളും ചത്തു. പട്ടണി കിടന്നാലും വേണ്ടില്ല. കിളവി തള്ള പിടിക്കാതിരുന്നാ മതിയായിരുന്നു. പിടിച്ചാ നിന്നെ കൊല്ലും മകളെ. കൃഷ്ണ, ആ, വാ. കൊല ഇപ്പൊ തന്നെ നടക്കും. ദേവരുടെ മാലക്കിളവി. വാ. ജയ് ഹനുമാൻ. ആ, ആ. ഈശോ. അല്ല, ഇതാ കോങ്ങാണ്ടൂർ കോലത്തെ തമ്പുരാനല്ലേ? അതെ, ഇതേതാ ഈ പെൺകുട്ടി? പൊറുക്കണം. എന്റെ മകളാ, മാപ്പാക്കണം. ഇവരെ ഈ മകളെയും കൂട്ടി സ്വാമിയെ കാണാൻ വരുമെന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ തമ്പുരാൻ എന്നോട് പറഞ്ഞിരുന്നു അല്ലേ? അതിന് മാപ്പാക്കാൻ എന്തിരിക്കുന്നു? സ്വാമികളെ വന്ന് കണ്ട് അനുഗ്രഹം മേടിക്കുന്നത് നല്ലതല്ലേ? അതെ അതെ, ഇപ്പൊ മനസ്സിലായി കേട്ടാ. സ്വാമികൾ എന്തേ അകത്ത് പ്രാർത്ഥനയിലാണോ? മുത്തശ്ശി ഇവിടെ നിന്ന് ഞാൻ പോയി നോക്കിട്ട് വരാം. പെണ്ണുങ്ങള് പൂജാമുറിക്കകത്ത് ചേർന്ന് സ്വാമിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. മകളുടെ പേരെന്താ? അയ്യോ, ഇതെന്ത് പറ്റി? മുത്തശ്ശി കുട്ടിയുടെ പേര് ചോദിച്ചതാ. എന്താ തമ്പുരാന്? ഇത് ഗ്യാസാ. പിന്നെ കുട്ടിയുടെ പേര് ത്രയംബകം. ത്രയംബക തമ്പുരാട്ടി. ഇത് നേരത്തെ പറയാൻ പാടില്ലായിരുന്നാ? ഗ്യാസ് വലച്ച്. പൂജ കഴിഞ്ഞ് സ്വാമി ഇറങ്ങാറായോ കൃഷ്ണ? ഒരു 15 മിനിറ്റിന്റെ താമസമുണ്ട് മുത്തശ്ശി. മുത്തശ്ശി പൊക്കോളൂ, ഞാൻ സ്വാമിയെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വന്നോളാം. ഏയ്, അത് വേണ്ട. ബഹുമാനിക്കേണ്ടവരെ നമ്മൾ ബഹുമാനിക്കണം. അയ്യോ, അതുകൊണ്ടല്ല. പൂജ കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് ടോയ്ലറ്റ് പോണം സ്വാമിക്ക്. അതുകൊണ്ടാ. എന്നാലേ ഞങ്ങൾ പോയിട്ട് പിന്നെ വന്ന് അതാ കണ്ടോളാം. നല്ലത്. സ്വാമികളെ കണ്ടിട്ടേ വീട്ടിലേക്ക് വരാം. ആഹാരം കഴിച്ചിട്ട് പോവാം. വരും, ഞങ്ങൾ തീർച്ചയായും വരും കേട്ടാ. താൻ ഊണ് കഴിക്കാൻ പോവല്ലേ? പോവും. തന്റെ മുട്ടേറി ഞാൻ തല്ലി പൊടിക്കുവാ. കുടിക്കും. പേടിപ്പിക്കാ. എന്നാ ഞങ്ങ പോണില്ല.